ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺവേർട്ടേഴ്സ് ആണ്. കൺവേർട്ടേഴ്സിന്റെ കേസിൽ 2 ടൈപ്സ് ഓഫ് കൺവേർട്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് കൺട്രോൾഡ് കൺവേർട്ടേഴ്സ് വിച്ച് യൂസസ് SCR or thyristor. Other one is uncontrolled which uses diodes. ഓക്കെ, കൺട്രോൾഡിന്റെ അടിയിൽ തന്നെ ഫുള്ളി കൺട്രോൾഡും ഹാഫ് കൺട്രോൾഡും വരുന്നുണ്ട്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് സിലബസില്. അപ്പോ കൺട്രോൾഡ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. അൺകൺട്രോൾഡ് ആകുമ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് നമ്മള് അത് ഫോർവേഡ് ബയസിലാവുമ്പോൾ ഓൺ ആവും, വർക്ക് ചെയ്യും എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം SCR അല്ലെങ്കിൽ തൈറിസ്റ്റർ ആണ് നമ്മൾ ഡയോഡ്സിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫയറിംഗ് ആംഗിൾ ആൽഫ കൺട്രോൾ ചെയ്യുന്നത് വഴി എപ്പോഴാണ് SCR ഓൺ ആവുന്നത് എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾഡ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അൺകൺട്രോൾഡും കൺട്രോൾഡ് കൺവേർട്ടറും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആദ്യം നോക്കാം. സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടറിൽ തന്നെ നമുക്ക് 3 ലോഡ്സിന്റെ കേസ് പഠിക്കാനുണ്ട്. ഒന്ന് റെസിസ്റ്റീവ് ലോഡ്, 2 RL ലോഡ്, 3 RLE ലോഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് R ലോഡ് അഥവാ റെസിസ്റ്റീവ് ലോഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് VS എന്ന് പറയുന്നത് എന്താണ്? AC സപ്ലൈ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കൺവേർട്ടർ. അതുകൊണ്ട് തന്നെ ഇവിടെ 4 തൈറിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. T1, T2, T3 ആൻഡ് T4. ഓക്കെ, ഈ 4 തൈറിസ്റ്റേഴ്സ് ഫിഗറിൽ കാണുന്ന പോലെ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാണ്. കാരണം റെസിസ്റ്റീവ് ലോഡിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. ഔട്ട്പുട്ട് വരുന്നത് V ഔട്ടും ലോഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വേവ് ഫോം വരുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടിയിട്ടുള്ളതായിരിക്കും നമ്മുടെ സിനുസോയിഡൽ വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സ് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഒരു വേവ് ഫോം ആണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് AC വേവ് ഫോം. അതില് ആൽഫ എന്ന് പറയുന്ന ട്രിഗറിംഗ് ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൈറിസ്റ്റർ ഓൺ ചെയ്യുന്നത്. തൈറിസ്റ്റർ T1 ആൻഡ് T2 ഓൺ ചെയ്യുന്നത് ആൽഫ എന്ന് പറയുന്ന ഫയറിംഗ് ആംഗിളിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിളില് T1 ഓൺ ആവും. T1 ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ വരുന്ന കറണ്ട് റെസിസ്റ്റീവ് ലോഡിൽ കൂടെ കയറി T2 കൂടെ തിരിച്ച് കംപ്ലീറ്റ് ചെയ്യും. കറക്റ്റ് അല്ലേ? കറണ്ടിന്റെ പാത്ത് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഇതാണ് ഏതിന്റെ കേസിൽ വരുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ്. പോസിറ്റീവ് എന്ന് വരുന്നത് നേരെ വന്ന് T3 പൈ പ്ലസ് ആൽഫയില് T3 T4 നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈ പ്ലസ് ആൽഫ തൊട്ട് T3 കണ്ടക്ട് ചെയ്യും. T3 കണ്ടക്ട് ചെയ്ത് അതുവഴി ലോഡിൽ കൂടെ കറണ്ട് വന്ന് എന്ത് ചെയ്യും? T4ൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് വരുന്നത്. അപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ലോഡ് വോൾട്ടേജിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ V ഔട്ടിന്റെ കേസിൽ ആൽഫ വരെ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒന്നും ഇല്ല. കാരണം എന്താണ്? തൈറിസ്റ്റർ ഓഫ് ആണ്. എല്ലാ തൈറിസ്റ്ററും ഓഫ് ആണ്. ആൽഫ എന്ന് പറയുന്ന ഫയറിംഗ് ആംഗിൾ എത്തുമ്പോഴാണ് നമ്മൾ T1 ആൻഡ് T2 എന്ന് പറയുന്ന 2 തൈറിസ്റ്റേഴ്സ് ഓൺ ചെയ്യുന്നത്. ആ 2 തൈറിസ്റ്റേഴ്സ് വഴി കണ്ടക്ട് ചെയ്യുന്നത് പ്രകാരം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഒരു ലോഡ് കറണ്ട് കിട്ടും. റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് സിമിലർ ടു വോൾട്ടേജ് ആയിരിക്കും കറണ്ടിന്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം പൈ പ്ലസ് ആൽഫയിലാണ് പിന്നെ അടുത്ത 2 തൈറിസ്റ്റേഴ്സ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗേറ്റ് പൾസ് കൊടുത്ത് ഓൺ ആക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? പൈ ടു പൈ പ്ലസ് ആൽഫ വീണ്ടും നമുക്ക് എന്തില്ല? ഔട്ട്പുട്ട് ഒന്നും ഇല്ല. അതിനുശേഷം പൈ പ്ലസ് ആൽഫയിൽ തൈറിസ്റ്റേഴ്സ് ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണോ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കിട്ടുക. കാരണം ഇവിടെ 2 ഡയറക്ഷനും സെയിം ആണ് ലോഡ് കറണ്ടിന്റെ എന്ന് പറയുന്നത്. അപ്പോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നതും ഈ ഒരു ഡയറക്ഷൻ തന്നെയാണ് വരിക.
അപ്പൊ പൈ പ്ലസ് ആൽഫയില് ഫോർവേഡ് ബയസ്ഡ് ആയ ശേഷം T3 T4 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് വോൾട്ടേജ് ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് കിട്ടുക. വീണ്ടും 2πയിൽ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ആവും. 2π+2π+ ആൽഫ വരെ വീണ്ടും തൈറിസ്റ്റേഴ്സ് എല്ലാം ഓഫ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ലോഡ് വോൾട്ടേജ് വരുന്നത്. ലോഡ് കറണ്ട് പറഞ്ഞ പോലെ തന്നെ ലോഡ് വോൾട്ടേജിന്റെ സെയിം ഫേസിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം റെസിസ്റ്റീവ് ലോഡാണ്. എന്തുണ്ടാവും, ആൽഫയില് ട്രിഗേർഡ് ആവും. അതിനുശേഷം ഔട്ട്പുട്ട് വന്നതിന് ശേഷം വീണ്ടും തൈറിസ്റ്റേഴ്സ് ഒന്നും ഓൺ അല്ല. തൈറിസ്റ്റേഴ്സ് ഓഫ് ആവുമ്പോ എന്താണ്, π2 π+ ആൽഫ നമുക്ക് ഔട്ട്പുട്ട് ഒന്നുമില്ല. പിന്നെ വീണ്ടും ലോഡ് കറണ്ട് വിൽ ഫോളോ ദ സെയിം പാറ്റേൺ ആസ് ലോഡ് വോൾട്ടേജ്. അപ്പൊ ലോഡ് വോൾട്ടേജിന്റെയും ലോഡ് കറണ്ടിന്റെയും വേവ് ഫോംസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഏതൊക്കെ തൈറിസ്റ്റേഴ്സ് ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഏതൊക്കെയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് T1 ആൻഡ് T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. T1 കണ്ടക്ട്സ്, T2 കണ്ടക്ട്സ്. ആൻഡ് ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താണ്, T3 ആൻഡ് T4 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, T3 ആൻഡ് T4 കണ്ടക്ട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ വിത്ത് ആർ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ലോഡിന്റെ വർക്കിംഗ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി തൊട്ടടുത്തെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്, RL ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. ലോഡിന്റെ സ്ഥലത്ത് നേരത്തെ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻഡക്ടറും കൂടി ഉണ്ട്. RL ലോഡാണ് നമ്മൾ ലോഡായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ സാധാരണ പോലെ തന്നെ AC സിഗ്നൽ ആയിരിക്കും ഇൻപുട്ടിൽ കൊടുക്കുന്നുണ്ടാവുക. നേരത്തെ അതേ കണക്ഷൻ തന്നെ തൈറിസ്റ്റർ 1, തൈറിസ്റ്റർ 2, തൈറിസ്റ്റർ 3, തൈറിസ്റ്റർ 4, 4 തൈറിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റീവ് പ്ലസ് ഇൻഡക്റ്റീവ് ലോഡ് കൊടുക്കും. കാരണം ഇത് RL ലോഡാണ്. അപ്പൊ ലോഡ് എന്ന് പറയുന്നത് RL ആണ് വരുന്നത്. അതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VDC എടുക്കുന്നത്. IDC എന്ന് പറയുന്ന കറണ്ട് ആണ് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് നമ്മൾ എടുക്കുന്നു. നമുക്ക് ഗേറ്റ് സിഗ്നൽ നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഫയറിംഗ് ആംഗിളിൽ കൊടുക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോഴാണ് എന്തുണ്ടാവുക, തൈറിസ്റ്റർ ഓൺ ആവുക. തൈറിസ്റ്റർ ഓൺ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നു, നമുക്ക് വേവ് ഫോം ഇതുപോലെ വരുന്നു. വോൾട്ടേജ് 0 ആവുമ്പോഴും ഇവിടെ നോക്കുകയാണെങ്കിൽ ലോഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല. കാരണം എന്താണ്, L എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആണ്. ഇൻഡക്റ്റൻസ് വലിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ എന്താണ്, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നത് കൊണ്ട് വോൾട്ടേജ് 0 ആയി കഴിഞ്ഞാലും കറണ്ട് 0 ആയിട്ടുണ്ടാവില്ല. അപ്പൊ കറണ്ട് 0 ആവുന്നത് വരെ അതേ ഡയറക്ഷനിൽ, നെഗറ്റീവ് ഡയറക്ഷൻ ആണ് ഇവിടെ, ആ നെഗറ്റീവ് ഡയറക്ഷനിൽ കണ്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടക്ഷൻ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് കറണ്ട് 0 ആവുന്നത്. ആ പോയിന്റ് ആണ് ഇത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ട്രിഗറിംഗ് പൾസ് കൊടുത്തു. അടുത്ത ട്രിഗറിംഗ് പൾസ് കിട്ടിക്കഴിയുമ്പോൾ തൈറിസ്റ്റേഴ്സ് വീണ്ടും ഓൺ ആവുന്നു. തൈറിസ്റ്റേഴ്സ് ഓൺ ആയി കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുന്നു. വോൾട്ടേജ് 0 ആയെങ്കിലും കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ടില്ല. എന്ത് ചെയ്യുന്നു, വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലുള്ള കണ്ടക്ഷൻ തുടരുന്നു കറണ്ട് 0 ആവുന്നത് വരെ. അപ്പൊ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് 0 ആവുന്നത്. കറണ്ട് 0 ആയി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഗേറ്റ് പൾസ് കൊടുക്കുന്നു. ദിസ് കണ്ടിന്യൂസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻഡക്റ്റൻസ് കാരണം നമുക്ക് ഇവിടെ പോസിറ്റീവ് സൈക്കിളിൽ വരുന്ന ലോഡ് വോൾട്ടേജ് കൂടാതെ നെഗറ്റീവില് കറണ്ട് 0 ആവുന്നത് വരെ, ലോഡ് കറണ്ട് 0 ആവുന്നത് വരെ വരുന്ന നെഗറ്റീവ് വോൾട്ടേജ് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു വേവ് ഫോം RL ലോഡിൽ കിട്ടുന്നത്. ലോഡ് വോൾട്ടേജിന്റെ വേവ് ഫോം ആണ് ഇത്. ലോഡ് കറണ്ടിന്റെ വേവ് ഫോം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ സപ്ലൈ വോൾട്ടേജും കറണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സപ്ലൈ വോൾട്ടേജും നമ്മുടെ ഈ ഒരു വേവ് ഫോം ആണെങ്കിൽ സപ്ലൈ കറണ്ട് വിൽ ബി ലാഗിങ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ ആൽഫ. സപ്ലൈ കറണ്ട് വിൽ ബി ലാഗിങ് വോൾട്ടേജ്. അതുകൊണ്ടാണ് കറണ്ടിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് കാണിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ 0 ആവുന്നത് ഏത് ഇൻസ്റ്റന്റിലാണെങ്കിൽ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുക, വീണ്ടും തൈറിസ്റ്റർ ഓൺ ആവാനുള്ള ഗേറ്റ് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ RL ലോഡ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് RLE ലോഡാണ്. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ച അതേ സർക്യൂട്ടില്
ലോഡിന്റെ സ്ഥലത്ത് റെസിസ്റ്ററും ഇൻഡക്ടറും അതിനൊപ്പം ഒരു ബാക്ക് EMF അല്ലെങ്കിൽ DC വോൾട്ടേജ് E എന്ന് പറയുന്നതും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് RLE ലോഡ്. നമ്മൾ DC മെഷീൻസ് ഒക്കെയാണ് ഇതിന്റെ കേസിൽ E എന്ന് പറയുന്ന ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോ E എന്ന് പറയുന്ന ഈ EMF ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്, DC വോൾട്ടേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നേരത്തെ അതേ വേവ് ഫോം ആണ്, സിനുസോയിഡൽ ആയിട്ടുള്ള ഒരു വേവ് ഫോം അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ സിനുസോയിഡൽ വേവ് ഫോം വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കാണിച്ചിരിക്കുന്നു. തൈറിസ്റ്ററിന് നമ്മൾ പോസിറ്റീവ് ഗേറ്റ് പൾസ് കൊടുക്കുന്നത് വരെ എന്താണ് ഇവിടെ E എന്ന് പറയുന്ന DC വോൾട്ടേജ് ഏതിന് അക്രോസ്, ഇൻഡക്ടറിന് അക്രോസ് അപ്ലൈഡ് ആവുന്നുണ്ട്. അതായത് VDC വിൽ ബി ഈക്വൽ ടു E അപ് ടു എവിടം വരെ, ആൽഫ എന്നുള്ള ഫയറിംഗ് ആംഗിളിൽ തൈറിസ്റ്റേഴ്സ് ഓൺ ആവുന്നത് വരെ E എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതിനുശേഷം തൈറിസ്റ്റർ നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഫയറിംഗ് ആംഗിളിൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ കണ്ടക്ഷൻ നടക്കുന്നു. തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നു. തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം വരും. അതിനുശേഷം വീണ്ടും അടുത്ത ട്രിഗറിംഗ് പൾസ് കിട്ടുന്നത് വരെ നമുക്ക് VDCയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു E ആയിരിക്കും. അപ്പൊ ഇങ്ങനൊരു ഔട്ട്പുട്ട് വേവ് ഫോം ആണ് നമുക്ക് എന്തില് കിട്ടുന്നത്, RLE ലോഡിന്റെ കേസിൽ കിട്ടുന്നത്. ഔട്ട്പുട്ട് കറണ്ടിന്റെ വേവ് ഫോം എടുക്കുകയാണെങ്കിൽ എന്താണ്, കറണ്ട് 0 ആവുന്ന ഒരു കേസ് ഉണ്ടാവില്ല. കാരണം അപ്പൊ ആൽഫ ടു പൈ വരുന്ന സമയത്ത് തൈറിസ്റ്റേഴ്സ് ഓൺ ആണ്. തൈറിസ്റ്റേഴ്സ് ഓൺ ആവുമ്പോൾ വരുന്ന VDC വിൽ ബി ഈക്വൽ ടു സോഴ്സ് വോൾട്ടേജ് E എന്ന് പറയുന്ന ഈ EMF ബാക്ക് EMF മൈനസ് ചെയ്തതായിരിക്കും. അതേസമയം 0 ടു ആൽഫ എന്തായിരിക്കും, VDC വിൽ ബി ഈക്വൽ ടു E ഇൻസ്റ്റെഡ് ഓഫ് 0. ഓക്കെ, അപ്പൊ കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഇതുപോലൊരു കണ്ടിന്യൂസ് വേവ് ഫോം ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടറിന്റെ കേസിൽ 3 ലോഡ്സിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തു. R ലോഡ്, RL ലോഡ് ആൻഡ് RLE ലോഡ്. ഇതിന്റെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഇതിന്റെ ഡിഫറെന്റ് ആംഗിൾസിലുള്ള വേവ് ഫോം ഒന്ന് എടുത്ത് നോക്കുക. അതായത് ആൽഫ ലെസ് ദാൻ 90 വരുമ്പോഴും ആൽഫ ഗ്രേറ്റർ ദാൻ 90 വരുമ്പോഴുള്ള വേവ് ഫോംസ് ഒന്ന് വരച്ചു നോക്കുക. അപ്പൊ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പൊ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.